So, this is vlog number one, actually day number one, vlog number one. So, ഒരു മനുഷ്യൻ ഹീലാവാനുള്ള കുറേ റീസൺസ് ഉണ്ടല്ലോ. സോ ഐ വിൽ ഗിവ് യു സം ഓഫ് ദാം. സോ ഫസ്റ്റ് തിങ്, ഫോർഗീവ് സംവൺ ഹു ഡിഡ്ന്റ് അപ്പോളജൈസ് ടു. അതായത് നിങ്ങളോട് ക്ഷമ ചോദിക്കാത്ത ഒരാളോട് നിങ്ങളങ്ങ് ക്ഷമിക്കുക. സോ ആക്ച്വലി സൗണ്ട്സ് ലിറ്റിൽ ബിറ്റ് ഓക്വേർഡ് ബട്ട് ഇറ്റ്സ് എ ബിഗ് തിങ്. അതായത് നമ്മുടെ മനസ്സ് ആക്ച്വലി ക്ലീൻ ആക്കി വെക്കുക എന്നാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഒരാൾ പോയി കഴിഞ്ഞ് നമ്മുടെ മനസ്സ് ക്ലീൻ ആക്കി വെക്കുക, അയാളുടെ ദേഷ്യമില്ലാതെ, വെറുപ്പില്ലാതെ, സങ്കടമില്ലാതെ, ഇല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു വലിയ സംഭവം. അങ്ങനെ ചെയ്താലേ നമുക്ക് ഒരാളോട് ക്ഷമിക്കാൻ പറ്റുള്ളൂ. അൺലെസ് ദേ ആസ്ക് സം അപ്പോളജൈസ്. ഒരാൾ വന്ന് നമ്മളോട് സോറി എന്ന് പറയുന്ന ആളുടെ ഈഗോയും ഒക്കെ അങ്ങ് താത്ത് വെച്ചിട്ടായിരിക്കും. അങ്ങനെ ചെയ്യാത്ത ഒരാളോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞത് നമ്മളെ ഹീൽ ചെയ്യാൻ ആക്ച്വലി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ എന്തുകൊണ്ടാണ് ഹീലാവത്തത്? നമ്മളെ ഉള്ളിലുള്ള വൂൺസ് അതെങ്ങനെ കിടന്ന് കുത്തി നോക്കുന്നുണ്ട്. ഈവൻ അതെന്തോ ആവാം, മെമ്മറീസ് ആവാം, ഒരാൾ പറഞ്ഞ വാക്കാവാം, സംതിങ് എനിത്തിങ്, ലെറ്റ് ഇറ്റ് ബി എനിത്തിങ്. അത് എന്തായാലും നമ്മളത് ക്ഷമിച്ചിട്ടില്ല. അത് നമ്മുടെ മൈൻഡിൽ നിന്ന് പോയിട്ടില്ല. സോ ജസ്റ്റ് ലീവ് ദാറ്റ് ഷിറ്റ് അറൗണ്ട് സംവെയർ. സോ ആരുടെങ്കിലും ഐ ആം സോറി എന്നുള്ള സാധനം കേൾക്കണമെന്നുള്ള വിട്ടിട്ട് ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് ആക്ച്വലി ഫൈൻ. നീ ചെയ്ത കാര്യം നോക്കി എനിക്കത് മനസ്സിലായി, ഇറ്റ്സ് ഹർട്ട് മീ എന്നുള്ള എനിത്തിങ്, ഇറ്റ്സ് ഫൈൻ. ഞാൻ നിന്നോട് ക്ഷമിച്ചു. ആരുടെ പോയി പറയണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഇൻ യുവർ മൈൻഡ് ജസ്റ്റ് കീപ് ദം അവേ. എന്തോ ആയിക്കോട്ടെ, നമ്മളോട് ക്ഷമ ചോദിക്കാത്ത, തെറ്റ് ചെയ്ത ഒരാളോട് ക്ഷമിച്ചു കഴിഞ്ഞാൽ വി വിൽ ഹീൽ ഫ്രം ദാറ്റ്. ആക്ച്വലി മേക്ക് സെൻസ്. ഐ തിങ്ക് സോ.